ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ജലസസ്യമായ ആമ്പലിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആമ്പലുകൾ പ്രധാനമായും കുളങ്ങൾ, തടാകങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിലാണ് വളരുന്നത്. ആമ്പലിൻ്റെ വേരുകൾ ജലാശയത്തിൻ്റെ അടിയിലുള്ള ചെളിയിൽ ഉറച്ചു പിടിച്ചിരിക്കും. അവിടെ നിന്ന് നീളമുള്ള തണ്ടുകൾ വളർന്ന് വെള്ളത്തിൻ്റെ മുകളിലേക്കെത്തുന്നു. ആമ്പലിൻ്റെ ഇലകൾ വലുതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഈ ഇലകൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇലകളുടെ മേൽഭാഗത്ത് മെഴുകുപോലുള്ള ഒരു പാളി ഉള്ളതിനാൽ വെള്ളം അവയിൽ തങ്ങി നിൽക്കാതെ ഒഴുകിപ്പോകുന്നു. ഇത് ഇലകൾ നശിക്കാതിരിക്കാൻ സഹായിക്കും. പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കും. ആമ്പലിൻ്റെ തണ്ടിലും ഇലകളിലും വായു അറകളുണ്ട്. അതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും. ആമ്പലിൻ്റെ സവിശേഷതകൾ നമുക്ക് ഓരോന്നായി നോക്കാം. വെള്ളത്തിൽ ചീഞ്ഞു പോകുന്നില്ല. തണ്ടിലും ഇലകളിലും വായു അറകളുണ്ട്. അതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും. ഇലയിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. വെള്ളം പൊങ്ങുമ്പോൾ ഇലകൾ വെള്ളത്തിന് മുകളിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ തണ്ടിന് കൂടുതൽ നീളമുണ്ട്. പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കും. തവളയുടെ സവിശേഷതകൾ നോക്കാം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് തവള. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ത്വക്ക് ഉപയോഗിച്ചാണ് തവള ശ്വസിക്കുന്നത്. എന്നാൽ കരയിൽ മൂക്കുപയോഗിച്ച് ശ്വസിക്കുന്നു. തവളയുടെ ശരീരം വഴുവഴുപ്പുള്ളതാണ്. പിൻകാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. അതിനാൽ വെള്ളത്തിൽ വേഗത്തിൽ തുഴയാൻ സാധിക്കും. കാലുകൾ കരയിലൂടെ ചാടാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. തവളയുടെ അഡാപ്റ്റേഷൻ എന്തൊക്കെയെന്ന് നോക്കാം. ശരീരം വഴുവഴുപ്പുള്ളതാണ്. വെള്ളത്തിനടിയിൽ ആയിരിക്കുമ്പോൾ ത്വക്ക് ഉപയോഗിച്ച് ശ്വസിക്കുന്നു. കരയിൽ മൂക്കുപയോഗിച്ച് ശ്വസിക്കുന്നു. നീളമുള്ള കാലുകൾ കരയിലൂടെ ചാടാൻ സഹായിക്കും. പിൻകാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. അതിനാൽ വെള്ളത്തിൽ വേഗത്തിൽ തുഴയാൻ സാധിക്കും. നിങ്ങൾ ഈ ചെടികളെ കണ്ടിട്ടുണ്ടോ? ഈ ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ചിത്രത്തിൽ കള്ളിച്ചെടിയും അഗാവെ എന്ന് പറഞ്ഞ സസ്യമാണ് കാണുന്നത്. വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കാൻ പ്രത്യേക അനുകൂലനങ്ങൾ നേടിയ സസ്യങ്ങളാണിവ. ഇവയെ സീറോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇവ വെള്ളം സംഭരിക്കുകയും ജലനഷ്ടം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിലാണ് ഇവ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ അഥവാ സീറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇവയിൽ ഇലകൾ പൂർണ്ണമായും ഇല്ലാത്തവയോ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ളതോ കാണപ്പെടുന്നു. പല സസ്യങ്ങളിലും ജലനഷ്ടം തടയാനായി ഇലകൾ മുള്ളുകളായി മാറിയിരിക്കും. ജലം സംഭരിച്ചു നിർത്താൻ തക്കവണ്ണം ഇവയുടെ ഇലകളും തണ്ടുകളും കട്ടിയുള്ളതും മാംസളവുമാണ്. അന്തരീക്ഷത്തിലേക്ക് ജലം ബാഷ്പീകരിച്ചു പോകാതിരിക്കാൻ തണ്ടുകളിലും ഇലകളിലും മെഴുകു പോലെയുള്ള ഒരു സംരക്ഷണ പാളി ഉണ്ടായിരിക്കും. മണ്ണിലേക്ക് താഴ്ന്നിറങ്ങാൻ കഴിവുള്ള വേരുകളാണിവയ്ക്ക്. അതിനാൽ വേരുകൾ വളരെ ആഴത്തിൽ നിന്നുപോലും ജലം വലിച്ചെടുക്കുന്നു.